ശ്രീ കെ ഇസ്മയിൽ, CPIയുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത ഒരു തീരുമാനമായിട്ടാണ് ഈ വാർത്തയെ കാണാൻ പറ്റുള്ളൂ. സമ്മേളനം നടക്കുന്ന സമയത്ത് ഔദ്യോഗിക പാനലിനെതിരെ മത്സരം പാടില്ല, പ്രതികരണം പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ സമ്മേളനം നടത്തുന്നത്? അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ടാവാൻ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട്. ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. ആ ഭരണഘടനയിൽ മെമ്പർമാർക്കുള്ള ജനാധിപത്യപരമായ അവകാശങ്ങൾ കൃത്യമായിട്ട് നിർണയിച്ചിട്ടുണ്ട്. സമ്മേളന കാലഘട്ടങ്ങളിൽ അഭിപ്രായം പറയാനും അവർക്ക് ആവശ്യമായ ആളുകളെ തിരഞ്ഞെടുക്കാനും ഒക്കെ സ്വാതന്ത്ര്യം, ജനാധിപത്യ അവകാശമുണ്ട്. ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണല്ലോ ഞങ്ങളുടെ പാർട്ടി. ഞാനിപ്പോ ഈ പാർട്ടി ഇപ്പോ ഏത് കേഡർ സംവിധാനത്തിലുള്ള പാർട്ടിയുടെയും ഒരു നിലപാട് തന്നെയാണ്. പക്ഷെ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ടോ സംസ്ഥാന നേതൃത്വം? അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു മുൻകൂട്ടി മുന്നറിയിപ്പ്? അല്ല, മത്സരങ്ങൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടായിക്കൊള്ളണം, എല്ലാവരും ഉണ്ടാവണമെന്നില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിക്കൂടായികയുമില്ല. പരമാവധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാര് അത് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കും. സമവായത്തിലൂടെ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ ഒരു തെരഞ്ഞെടുപ്പോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ലാതെ കഴിച്ചു കൂട്ടാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണ്. പ്രസീഡിയം അത് തന്നെയാണല്ലോ ഫോം ചെയ്തിട്ടുള്ളതും. പക്ഷേ ഇന്ന് ഈ വാർത്ത വരുമ്പോൾ രാവിലെ രണ്ട് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അത് ഇത്ര മാത്രമാണ്: ഏതെങ്കിലും വ്യക്തികൾ വിമർശനം ഉന്നയിക്കുന്നതിനെ ഞങ്ങൾ തടയില്ല, ഏതെങ്കിലും വ്യക്തികൾ ഒരു ഔദ്യോഗിക പാലനെതിരെ മത്സരിക്കുന്നതിനും വിരോധമില്ല. പക്ഷേ ഗ്രൂപ്പിസം ഉണ്ടായി രണ്ട് ഗ്രൂപ്പായി മാറിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അത് സസ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് തീരുമാനമെന്ന്. അങ്ങനെ ഒരു ഗ്രൂപ്പിസം ഉണ്ടാകാതെ നോക്കേണ്ടതല്ലേ? പാർട്ടിക്കകത്ത് ഗ്രൂപ്പിസം പൊതുവെ അംഗീകരിക്കില്ല, അനുവദിക്കില്ല. പാർട്ടിക്കകത്ത് എന്ത് ഗ്രൂപ്പിസം? ചില അഭിപ്രായങ്ങൾ പറയുന്നതിന് ഗ്രൂപ്പിസമാക്കി മാറ്റാനും ചിത്രീകരിക്കാനും ശ്രമിക്കുന്നതിലൂടെ ഗ്രൂപ്പിസം ഉണ്ടാകുന്നതല്ലാതെ വ്യത്യസ്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും പറഞ്ഞാലല്ലേ ഒരു പാർട്ടി തന്നെ ആവുള്ളൂ. ഒരു ഒരു സംഘടനയ്ക്ക് ഒരു ശക്തിയും ശേഷി ഉണ്ടാവണമെങ്കിൽ തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടാവണം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവണം. അതുമായിട്ട് നല്ല ചർച്ച നടക്കണം. ആ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ഒരു യഥാർത്ഥത്തിലുള്ള ഈ കടഞ്ഞെടുക്കുന്നത് പോലെയാണത്, വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെയാണത് ഈ സമ്മേളനങ്ങളിൽ ചർച്ച എന്ന് പറയുന്നത്. അത് പ്രോത്സാഹിപ്പിക്കില്ലാതെ അതിനെ നിരുത്സാഹപ്പെടുത്താനും പാടില്ല. പാർട്ടി അനുവദിക്കാൻ പാടില്ല. പറയാനുള്ളത് എന്താണോ അത് തന്നെയാണ് പറഞ്ഞു വെക്കുകയും ചെയ്തത്. ഒരു സമ്മേളന കാലയളവിൽ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത് ഈ പറഞ്ഞതുപോലെ എത്രത്തോളം ജനാധിപത്യം പിന്നെയുണ്ട് എന്നുള്ള അവകാശപ്പെടലിന് വിരുദ്ധമാണ് എന്നുള്ളത് വ്യക്തമാണ്.